ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 28-ാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. LSGI മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി ടാലന്റ് അക്കാദമി ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ സെൽഫ് സ്റ്റഡി പ്ലാനും ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിരിക്കുന്നു. ഇതിലൂടെ 5600-ലധികം പരിശീലന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വാർത്ത, ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ASOSAI ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 2024 മുതൽ 2027 വരെയുള്ള കാലയളവിലെ ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരെയാണ് നമുക്ക് നോക്കാം. ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ് ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ASOSAIയുടെ 2024 മുതൽ 2027 വരെയുള്ള കാലയളവിലെ ചെയർമാനായി തിരഞ്ഞെടുത്തത്. ഗിരീഷ് ചന്ദ്ര മുർമു ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ASOSAIയുടെ 16ാമത് സമ്മേളന വേദിയിൽ വെച്ചാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. 16ാമത് സമ്മേളനം നടന്നത് എവിടെയാണെന്ന് കൂടെ നമുക്ക് പഠിക്കാം. എവിടെയാണ്? ന്യൂഡൽഹി. ASOSAIയുടെ 16ാമത് സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹി. നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ASOSAI 2024-27 കാലയളവിലെ ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? സുഭാഷ് ചന്ദ്രനാണ് ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ചത്. ജ്ഞാനസ്നാനത്തിന്റെ പ്രസാധകർ, പബ്ലിഷേഴ്സ് ആരാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ആരാണ്? മാതൃഭൂമി ബുക്സ് ആണ് ജ്ഞാനസ്നാനം പ്രസിദ്ധീകരിച്ചത്. ആരാണ്? മാതൃഭൂമി ബുക്സ്. അതുപോലെ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട, ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകമാണ് ജ്ഞാനസ്നാനം? നോവെല്ല സാഹിത്യ വിഭാഗത്തിലാണ് ജ്ഞാനസ്നാനം ഉൾപ്പെടുന്നത്. നമ്മുടെ പോയിന്റ്, ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ്. ആരാണ്? സുഭാഷ് ചന്ദ്രൻ. ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് ലഭിച്ചത്. 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? നമുക്ക് നോക്കാം. ആർക്കാണ്? അലക്സാണ്ടർ ഡ്യൂനിനാണ് 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് ലഭിച്ചത്. ആർക്കാണ്? അലക്സാണ്ടർ ഡ്യൂൻ. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ശാസ്ത്ര യൂണിവേഴ്സിറ്റി കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിക്കുക. കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടായിരിക്കും അലക്സാണ്ടർ ഡ്യൂനിന് 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് സമ്മാനിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പുരസ്കാര വാർത്ത, ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം നേടിയത് ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആരാണ്? ജെറി അമൽദേവ്. സംഗീത സംവിധായകനായ ജെറി അമൽദേവ് ആണ് ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം നേടിയത്. ആരാണ്? സംഗീത സംവിധായകനായ ജെറി അമൽദേവ്. ഓർക്കുക, 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജെറി അമൽദേവ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പുരസ്കാര വാർത്ത,
2024 നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് 2024 നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് 2024 നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? ശ്രീകുമാരൻ തമ്പി. ഓർക്കുക, 10,000 രൂപയാണ് ഈ പുരസ്കാര തുക. 10,000 രൂപയാണ് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാര തുക. എത്രയാണ്? 10,000 രൂപ. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസ് ആണ് ഇദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസ്. പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസിൽ നിന്നാവും ശ്രീകുമാരൻ തമ്പി 2024 നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരം ഏറ്റുവാങ്ങുക. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ്. മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസിന്റെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണെന്ന് നോക്കാം. ഒറിയോൺ. ഒറിയോൺ ആണ് മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ്. മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസിന്റെ പേരെന്താണ്? ഒറിയോൺ. ഓർക്കുക, 2024 മെറ്റ കണക്ട് വേദിയിൽ വെച്ചായിരുന്നു ഇത് ലോഞ്ച് ചെയ്തത്. 2024 മെറ്റ കണക്ട് 2024 മെറ്റ കണക്ട് വേദിയിൽ വെച്ചിട്ടായിരുന്നു ഒറിയോൺ ലോഞ്ച് ചെയ്തത്. ധരിക്കുന്ന ആളുകളുടെ തലച്ചോറിലെ സിഗ്നലുകൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന ഗ്ലാസ് ആണ് ഒറിയോൺ. നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസിന്റെ പേര് എന്തായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ്? ഒറിയോൺ. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വസ്തുത, അടുത്തിടെ പര്യവേക്ഷണ സംഘം 6ാമത്തെ ദലൈലാമയുടെ പേരിട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ പര്യവേക്ഷണ സംഘം 6ാമത്തെ ദലൈലാമയുടെ പേരിട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്ക് പരിശോധിക്കാം. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് അടുത്തിടെ പര്യവേക്ഷണ സംഘം 6ാമത്തെ ദലൈലാമയുടെ പേരിട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. 6ാമത്തെ ദലൈലാമയുടെ പേര് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സാങ്യാങ് ഗ്യാറ്റ്സോ. സാങ്യാങ് ഗ്യാറ്റ്സോ എന്നാണ് 6ാമത്തെ ദലൈലാമയുടെ പേര്. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ കൊടുമുടിയുടെ ഉയരമാണ് 20,942 അടിയാണ് ഈ കൊടുമുടിയുടെ ഉയരം. 20,942 അടിയാണ് ഈ കൊടുമുടിയുടെ ഉയരം. നമ്മുടെ പോയിന്റ്, അടുത്തിടെ പര്യവേക്ഷണ സംഘം 6ാമത്തെ ദലൈലാമയുടെ പേരിട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നായിരുന്നു. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. നമ്മൾ പഠിക്കുന്ന അടുത്ത വസ്തുത, ഗാർഹിക പീഡന നിയമം മതസാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന സുപ്രധാനമായ വിധി പ്രസ്താവിച്ചത് ആരാണ് എന്നാണ്. ഗാർഹിക പീഡന നിയമം മതസാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഗാർഹിക പീഡന നിയമം മതസാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി ജഡ്ജിമാരായ BV നാഗരത്നയും NK സിംഗും അടങ്ങുന്ന ബെഞ്ചാണ് ഈ സുപ്രധാനമായ നിരീക്ഷണം നടത്തിയത്. BV നാഗരത്നയും NK സിംഗും. നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. ഗാർഹിക പീഡന നിയമം മതസാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളെ പറ്റിയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് പരംരുദ്ര. പരംരുദ്രയാണ് അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ഓർക്കുക, പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നീ 3 നഗരങ്ങളിലായിട്ടാവും ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വിന്യസിക്കുന്നത്. പൂനെ, ഡൽഹി, കൊൽക്കത്ത. പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നീ 3 നഗരങ്ങളിലായിട്ടാവും ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വിന്യസിക്കുക. അതോടൊപ്പം തന്നെ അർക്ക, അരുണിമ. ഓർക്കേണ്ട 2 പ്രധാന പേരുകളാണ് അർക്ക, അരുണിമ. എന്താണ് അർക്ക, അരുണിമ? നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി ഇതിനോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്ത കാലാവസ്ഥാ ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഹൈ സ്പീഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആണ് അർക്കയും അരുണിമയും. നമ്മുടെ പോയിന്റ്, അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഏതാണ് എന്നായിരുന്നു. ഏതാണ്? പരംരുദ്ര.
നമ്മൾ പഠിക്കുന്ന അടുത്ത വാർത്ത അടുത്തിടെ നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ തുറമുഖത്തെ പറ്റിയാണ്. അടുത്തിടെ നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ തുറമുഖം ഏതാണ്? നമുക്ക് നോക്കാം. ഏതാണ്? വിഴിഞ്ഞമാണ് അടുത്തിടെ നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ തുറമുഖം. തുറമുഖത്തെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അടങ്ങുന്നതാണ് ഈ ആധികാരികമായ മാർഗരേഖ. എന്താണ് ആ മാർഗരേഖയുടെ പേര്? നാവിഗേഷൻ ചാർട്ട്. നമ്മുടെ പോയിന്റ് അടുത്തിടെ നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് 2024 ഇസാമു നൊഗുച്ചി പുരസ്കാരം നിരസിച്ച എഴുത്തുകാരി. 2024 ഇസാമു നൊഗുച്ചി പുരസ്കാരം നിരസിച്ച എഴുത്തുകാരി ആരാണ് എന്നാണ്. ഇന്ത്യൻ വംശജ കൂടിയായ ജുംപ ലാഹിരിയാണ് 2024 ഇസാമു നൊഗുച്ചി പുരസ്കാരം നിരസിച്ച എഴുത്തുകാരി. ഒരു ജാപ്പനീസ് അമേരിക്കൻ ശില്പിയാണ് ഇസാമു നൊഗുച്ചി. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇസാമു നൊഗുച്ചി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസാമു നൊഗുച്ചി പുരസ്കാരം നിരസിച്ച എഴുത്തുകാരി ആരാണെന്നാണ് നമ്മുടെ പോയിന്റ്. ആരാണ്? ജുംപ ലാഹിരി. ജുംപ ലാഹിരിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതാണ്? ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്, ദി ലോ ലാൻഡ്, ദി നെയിംസേക്ക് എന്നിവയാണ് ജുംപ ലാഹിരിയുടെ ശ്രദ്ധേയമായ രചനകൾ. നമ്മുടെ പോയിന്റ് 2024 ഇസാമു നൊഗുച്ചി പുരസ്കാരം 2024 ഇസാമു നൊഗുച്ചി പുരസ്കാരം നിരസിച്ച എഴുത്തുകാരി ആരാണ്? ജുംപ ലാഹിരി. ഒരു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത്. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? ഫിലിപ്പൈൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം. ഫിലിപ്പൈൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രമാണ് പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി കണ്ടുപിടിച്ചത്. ആരാണ്? ഫിലിപ്പൈൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ. ഇനി എവിടെയാണ് അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എവിടെയാണ്? ലോസ് ബാനോസ്. ഫിലിപ്പൈൻസിലെ ലോസ് ബാനോസിലാണ് അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് ആരായിരുന്നു എന്നാണ്. ആരാണ്? ഫിലിപ്പൈൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നത്തിന്റെ പേരാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത്. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? തക്കുടു. അണ്ണാറക്കണ്ണനായ തക്കുടു ആണ് 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. ആരാണ്? ഓർക്കാൻ വളരെ എളുപ്പമാണ്. തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. 2024 കേരള സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. എവിടെയാണ്? എറണാകുളം. എറണാകുളത്ത് വെച്ചിട്ടാണ് 2024 കേരള സ്കൂൾ കായികമേള അരങ്ങേറുന്നത്. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു വസ്തുത, പ്രവാസി വിദ്യാർത്ഥികൾക്കും ചരിത്രത്തിൽ ആദ്യമായി പ്രവാസി വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു കായികമേളയാണ് 2024 2024 പ്രവാസി വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ കഴിയുമെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ആരാണ്? തക്കുടു. കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 2024 ലേവർ കപ്പ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് 2024 ലേവർ കപ്പ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? ടീം യൂറോപ്പ് ആണ് 2024 ലേവർ കപ്പ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത്. ടീം വേൾഡിനെ 13-11 എന്ന സ്കോറിനാണ് ടീം യൂറോപ്പ് പരാജയപ്പെടുത്തിയത്. ടീം വേൾഡിനെ 13-11 എന്ന സ്കോറിനാണ് ടീം യൂറോപ്പ് പരാജയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ടീം യൂറോപ്പിന്റെ 5ാമത് ലേവർ കപ്പ് ടെന്നീസ് കിരീടമാണ്. 5ാമത് ലേവർ കപ്പ് ടെന്നീസ് കിരീടമാണ് ടീം യൂറോപ്പ് ഉയർത്തിയത്. നമ്മുടെ പോയിന്റ് 2024 ലേവർ കപ്പ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ആരാണ് എന്നാണ്. ആരാണ്? ടീം യൂറോപ്പ്. കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമ്മൾ പരിശോധിക്കുന്നു. 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് മത്സരത്തിൽ നിന്ന് വിരമിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര
T20 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ്? ഷാക്കിബ് അൽ ഹസൻ. ഷാക്കിബ് അൽ ഹസൻ ആണ് 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആരാണ്? ഷാക്കിബ് അൽ ഹസൻ. അതുപോലെ തന്നെ നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ മലയാളി താരം ആരാണ് എന്ന്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ മലയാളി താരമാണ് ബാസിൽ ഹമീദ്. ബാസിൽ ഹമീദ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ മലയാളി താരം. ഓർക്കുക, UAE വേണ്ടിയിട്ടാണ് ബാസിൽ ഹമീദ് കളിക്കുന്നത്. UAE ടീമിനെയാണ് ബാസിൽ ഹമീദ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ മലയാളി താരം ആരാണ് എന്നാണ്. ആരാണ്? ബാസിൽ ഹമീദ്. മറ്റൊരു കായിക വാർത്ത കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. 2025 IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി നിയമിതനായത്. 2025 IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം. ആരാണ്? വെസ്റ്റ് ഇൻഡീസ് താരമായിരുന്ന ഡ്വെയ്ൻ ബ്രാവോയാണ് 2025 IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി നിയമിതനായത്. ആരാണ്? ഡ്വെയ്ൻ ബ്രാവോ. ഓർക്കുക, 2012, 14, 24 വർഷങ്ങളിലായി 3 IPL കിരീടങ്ങളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിൽ നേടിയിട്ടുള്ളത്. 2012, 14 അതുപോലെ 24 സീസണുകളിലായി 3 IPL കിരീടങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേടിയിട്ടുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ 2025 സീസണിലേക്കുള്ള മെന്ററായി നിയമിതനായത് ആരാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്. ആരാണ്? വെസ്റ്റ് ഇൻഡീസ് താരമായിരുന്ന ഡ്വെയ്ൻ ബ്രാവോ. വരാനിരിക്കുന്ന പ്രധാന PSC പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10th അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS എന്നീ എക്സാമുകൾ. അതുപോലെ +2 അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ ആൻഡ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ, ടീച്ചിങ് എക്സാംസ് എന്നിവ. മുകളിൽ പറഞ്ഞ എല്ലാ പരീക്ഷകൾക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കിയ വിവിധ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ്. ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ഒന്ന് റിവിഷൻ ചെയ്യേണ്ട ടൈമാണ്. നമുക്ക് നോക്കാം. ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ASOSAയുടെ 2024 മുതൽ 2027 കാലയളവിലെ ചെയർമാനായി തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ആരായിരുന്നു? ഗിരീഷ് ചന്ദ്ര മുർമു. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത 2 പോയിന്റുകൾ, ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ച വ്യക്തിയെ പറ്റിയിട്ടായിരുന്നു. ആരായിരുന്നു എഴുത്തുകാരൻ? സുഭാഷ് ചന്ദ്രൻ ആയിരുന്നു ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ചത്. അതുപോലെ 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആർക്കാണ്? അലക്സാണ്ടർ ഡ്യൂൻ. അലക്സാണ്ടർ ഡ്യൂൻ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത 2 പുരസ്കാരങ്ങളെ പറ്റിയിട്ടായിരുന്നു. ആദ്യത്തെ പുരസ്കാരം G ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം നേടിയത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് ജെറി അമൽദേവ്. അതുപോലെ 2024 നാലപ്പാട് സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ആരായിരുന്നു? ശ്രീകുമാരൻ തമ്പി. ആരാണ്? ശ്രീകുമാരൻ തമ്പി. മെറ്റ അവതരിപ്പിച്ച ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസിനെ പറ്റിയായിരുന്നു പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത്. ഏതാണ് ആ ഗ്ലാസ്? ഒറിയോൺ. ഒറിയോ ആണ് മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ്. അതുപോലെ തന്നെ പര്യവേക്ഷണ സംഘം 6ാമത്തെ ദലൈലാമയുടെ പേരിട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എവിടെയായിരുന്നു കൊടുമുടി? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് പര്യവേഷണ സംഘം 6ാമത്തെ ദലൈലാമയുടെ പേരിട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് ഗാർഹിക പീഡന നിയമം മത സാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി. ഗാർഹിക പീഡന നിയമം മത സാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി. അതിനുശേഷം നമ്മൾ പഠിച്ചത് അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളെ പറ്റിയാണ്. അതിന്റെ പേര് പരംരുദ്ര. അതുപോലെ അടുത്തിടെ നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ തുറമുഖത്തെ പറ്റി നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഏതാണ് തുറമുഖം? വിഴിഞ്ഞം തുറമുഖമാണ് അടുത്തിടെ നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ തുറമുഖം. 2024 ഇസാമു നൊഗൂച്ചി പുരസ്കാരം നിരസിച്ച എഴുത്തുകാരിയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താണ് എഴുത്തുകാരിയുടെ പേര്? ജുംപ ലാഹിരി. ജുംപ ലാഹിരിയാണ് 2024 ഇസാമു നൊഗൂച്ചി പുരസ്കാരം നിരസിച്ച എഴുത്തുകാരി.
അതുപോലെ തന്നെ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആരാണ്? ഫിലിപ്പൈൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം. ഫിലിപ്പൈൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രമാണ് പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത്. നമ്മൾ ചർച്ച ചെയ്ത കായിക വാർത്തകൾ 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നത്തെ പറ്റിയായിരുന്നു. ആദ്യം പഠിച്ചതായിരുന്നു ആ ഭാഗ്യ ചിഹ്നത്തിന്റെ പേര്? തക്കുടു. തക്കുടുവാണ് 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം. അതുപോലെ 2024 ലേവർ കപ്പ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആരാണ്? ഇപ്പോൾ നമുക്കറിയാം, അത് ടീം യൂറോപ്പ്. ടീം യൂറോപ്പ്. അതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരത്തിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഷാക്കിബ് അൽ ഹസൻ. ഷാക്കിബ് അൽ ഹസൻ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ മലയാളി താരം ആരായിരുന്നു എന്നാണ്. ആരാണ്? ബാസിൽ ഹമീദ്. ബാസിൽ ഹമീദ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ മലയാളി താരം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു 2025 IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി നിയമിതനായത് ആരായിരുന്നു എന്ന്. 2025 IPL സീസണിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി നിയമിതനായത് ആരാണ്? ഡ്വെയ്ൻ ബ്രാവോ. ഡ്വെയ്ൻ ബ്രാവോ. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2024 സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായി നിയമിതനായത് ആര്? ഓപ്ഷൻ എ VR ചൗധരി, ഓപ്ഷൻ ബി അമർപ്രീത് സിംഗ്, ഓപ്ഷൻ സി ദിനേശ് കുമാർ, ഓപ്ഷൻ ഡി SP ധാർക്കർ. രണ്ടാമത്തെ ചോദ്യം, 2025 ഓസ്കാറിലേക്ക് UK-യുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമേതു? ഓപ്ഷൻ എ ആട്ടം, ഓപ്ഷൻ ബി ആടുജീവിതം, ഓപ്ഷൻ സി സന്തോഷ്, ഓപ്ഷൻ ഡി ലാപ്ത ലേഡീസ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 2024 സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത് ആരാണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അലോക് രഞ്ജൻ ആണ് 2024 സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത്. ഓപ്ഷൻ എ അലോക് രഞ്ജൻ. രണ്ടാമത്തെ ചോദ്യം, 2023 കലൈഞ്ഞർ കലാപുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? ഓപ്ഷൻ എ പി സുശീല, എം മേത്ത. പി സുശീലയും എം മേത്തയുമാണ് 2023 കലൈഞ്ഞർ കലാപുരസ്കാരത്തിന് അർഹരായവർ. ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.